കോഴിക്കോട് കൊടുവള്ളിയിൽ വ്യാപാരിയെ ആക്രമിച്ച് സ്വർണം കവർന്നെന്ന പരാതിയിൽ അന്വേഷണം തുടരുകയാണ്. പ്രതികൾ സഞ്ചരിച്ച വെള്ള നിറത്തിലുള്ള കാർ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. വ്യാപാരി ബൈജുവിന്റെ വിശദമായ മൊഴി പോലീസ് രേഖപ്പെടുത്തി. പോലീസ് അന്വേഷിക്കുന്നുണ്ട്, വേറെ അതൊന്നും പറയാനില്ല. ഇന്നലെ വെച്ചാൽ ഒരു വെള്ള വണ്ടി വന്ന് തട്ടിച്ചാണ്, ബാഗ് എടുത്ത് കൊണ്ടുപോയി. ഒരു 10 മണിയാവും ആ മുറി പറ്റി അപ്പം പോകണം. പേരിൻ്റെ വെച്ചാൽ ഒരു 3-4 ആൾക്കാരുണ്ടാവും. പിന്നെ അതിൻ്റെ രീതിയിൽ നടക്കുന്നത്, അതുകൊണ്ട് അന്വേഷണത്തിന് പോലീസ് ബാക്കി കാര്യങ്ങളൊക്കെ പറയുന്നതാണ്. ദീപക് മലയമ്മ ചേരുന്നു. ദീപക്, ഒരു സംഘം ആളുകൾ കാറിലെത്തി ഈ സ്വർണം കവർന്നു എന്നാണ് അയാൾ പറയുന്നത്. മർദ്ദനമേറ്റു എന്നും മനസ്സിലാക്കുന്നു. പോലീസ് അന്വേഷണം ഏത് രീതിയിലാണ്? ഇത്രയധികം സ്വർണം എവിടെ നിന്ന് കൊണ്ടുവന്നതാണ്? വിനീത, ഇദ്ദേഹം ഒരു സ്വർണ്ണ വ്യാപാരിയാണ്. കൊടുവള്ളി കേന്ദ്രീകരിച്ചുകൊണ്ട് കുറേയേറെ വർഷമായി വ്യാപാരം നടത്തുന്നയാളാണ്. ഈ കടയിലുണ്ടാകുന്ന സ്വർണം അത് രാത്രി കാലങ്ങളിൽ വീട്ടിലേക്ക് മാറ്റാറുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ ഇന്നലെ രാത്രി 10 മണിയോടുകൂടിയാണ് കൊടുവള്ളിയിൽ നിന്ന് മുത്തമ്പലം ഭാഗത്തുള്ള അദ്ദേഹത്തിന് വീട്ടിലേക്ക് ഇരുചക്ര വാഹനത്തിൽ പോകുന്നത്. അവിടെ വീടിൻ്റെ തൊട്ടടുത്തേക്ക് എത്തുന്ന സമയത്താണ് ഒരു വെള്ള നിറത്തിലുള്ള കാറിൽ 4 അംഗ സംഘം എത്തുന്നത്. ഇദ്ദേഹത്തെ സ്കൂട്ടറിൽ ഇടിച്ച് വീഴ്ത്തുകയും ചെയ്യുന്നത്. പിന്നീട് അവിടെ നിന്നും അദ്ദേഹത്തിൻ്റെ പക്കലുണ്ടായിരുന്ന 2 കിലോ സ്വർണം അപഹരിച്ചു എന്നുള്ളതാണ് പരാതി. ആ ഘട്ടത്തിൽ തന്നെ കത്തി ചൂണ്ടി ഭീഷണിപ്പെടുത്തി എന്നുള്ളതും ബൈജു പറയുകയും ചെയ്യുന്നുണ്ട്. വലിയ പരിക്കുകൾ ബൈജുവിന് ഏറ്റിട്ടില്ല. ഇന്നലെ തന്നെ പോലീസിനെ അറിയിച്ചെങ്കിൽ പോലും പോലീസിന് കൃത്യമായി ആരാണ് കൃത്യം ചെയ്തത് എന്നുള്ളത് സംബന്ധിച്ച് വ്യക്തത ഈ ഒരു ഘട്ടം വരെ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ഈ വെളുത്ത നിറത്തിലുള്ള കാർ സംബന്ധിച്ചുള്ള അന്വേഷണം പോലീസ് നടത്തുന്നത് CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. അതിൽ കാസർഗോഡ് രജിസ്ട്രേഷനുള്ള ഒരു നമ്പർ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ അത് വ്യാജമാണ് എന്നുള്ള വിലയിരുത്തലിലേക്ക് പോലീസ് ഇതിനോടകം തന്നെ എത്തുകയും ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ഈ കൃത്യം നടത്തിയിട്ടുള്ളത്, ആരൊക്കെയാണ് ഈ സംഭവത്തിൽ ഉണ്ടായിരുന്നത് എന്നുള്ളത് സംബന്ധിച്ച് വ്യക്തതയിലേക്ക് പോലീസിന് ഇതുവരെ എത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ള വസ്തുത അവിടെ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. അതേസമയം തന്നെ കൃത്യമായ ഒരു ആസൂത്രിത ഗൂഢാലോചന ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടോ എന്നുള്ളത് സംബന്ധിച്ചുള്ള പരിശോധനയും പോലീസ് നടത്തുന്നുണ്ട്. ഇദ്ദേഹം വീട്ടിലേക്ക് യാത്ര ചെയ്യുന്ന സമയം ഉൾപ്പെടെ കൃത്യമായി പരിശോധിച്ച് അങ്ങനെ വീടിൻ്റെ ഏതാണ്ട് 150 മീറ്റർ മാത്രം അകലെ വെച്ച് ഇങ്ങനെയൊരു ആക്രമണം നടത്തുകയും സ്വർണം അപഹരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അതിന് പിൻഭാഗത്ത് അത്തരത്തിൽ ഒരു ആസൂത്രിത ഗൂഢാലോചനയുണ്ടോ എന്നുള്ള പരിശോധന പോലീസ് നടത്തുന്നുണ്ട്. നിലവിൽ CCTV കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അതിനപ്പുറത്തേക്ക് കൃത്യമായ ഒരു തെളിവുകളിലേക്ക് പോലീസിന് എത്താൻ സാധിച്ചിട്ടില്ല. കൊടുവള്ളി SHOയുടെ നേതൃത്വത്തിലാണ് നിലവിൽ അന്വേഷണം പുരോഗമിക്കുകയും ചെയ്യുന്നത്. ശരി, ദീപക് മലയമ്മയാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.